ജുബേ, എന്താടോ ഇവിടെ സ്ഥിരമായിട്ട് അങ്ങ് പൊറുക്കാൻ തീരുമാനിച്ചോ? ഞാൻ ശല്യത്തിനൊന്നും വരുന്നില്ല. വല്യമ്മയുടെ പ്രായം തലയണമൊന്നും ഞാൻ എടുക്കുന്നില്ല. വല്യമ്മയോ? ഞാനോ? എനിക്കെന്ത് പ്രായം ഉണ്ടെന്നോ തന്റെ വിചാരം? എന്നാ ഇളയമ്മയുടെ പ്രായം തലയണമൊന്നും ഞാൻ എടുക്കുന്നില്ല. ഈ മുറ്റത്തൊരു അടുപ്പ് കൂട്ടി എനിക്ക് വേണ്ടത് ഞാൻ ഉണ്ടാക്കി കഴിച്ചോളാം. ഈ മുറ്റത്ത് അടുപ്പോ? അത് വേണ്ട. ആണൊരുത്തൻ മുറ്റത്ത് നിന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നത് നാലാള് കണ്ട ഞാനൊരു ദുഷ്ടത്തിയാണെന്ന് പറയും. ഇവിടെ ഉണ്ടാക്കുന്നതിന്റെ ഒരു ഓഹരി ഞാൻ തരാം. താൻ കാശ് തന്നാ മതി. കാശെന്ന് പറഞ്ഞാ എത്ര? ഊണിനൊക്കെ എന്ത് ചാർജ് ചെയ്യും? തന്നെ പോലെ വെട്ടി വിഴുകുന്ന ഒരുത്തിനാവുമ്പോ ദിവസം ഒരു 10-25 രൂപ വേണ്ടി വരും. 25 രൂപ? ഞാനിവിടെ വന്ന് താമസിക്കുന്നത് തടി നന്നാക്കാനൊന്നുമല്ല. കാലത്ത് എനിക്ക് ചായ ഒന്നും വേണ്ട. 8 മണിക്ക് ഒരു കഞ്ഞി, ഒരു ചുട്ട പപ്പടം. എന്ത് വരും? ഒരു 35 പൈസ കൂട്ടിക്കോ. ഉച്ചക്ക് ഇത്തിരി ചോറും കുറച്ച് തൈരും, രണ്ടും കൂടി ഒരു 60 പൈസ കൂട്ടിക്കോ. പിന്നെ പൊരിച്ച മീനോ മറ്റുണ്ടെങ്കിൽ ഒരു 20 പൈസ അതും. എന്റെ ഊഹം തെറ്റിയില്ല. താൻ വെറും ദരിദ്രവാസി തന്നെ. ആഹാര സാധനത്തിന്റെ കണക്ക് പറയുമ്പോഴേക്കും മനുഷ്യൻ ഛർദ്ദിക്കാൻ വരിക. കണക്ക് കണക്കായിരിക്കണം. ഓടോടുന്നു തന്റെ പണ്ടാരടക്കം വീണെന്നൊക്കെ തന്നേക്കാം. താനിതുപോലെ ചെറ്റക്കണക്ക് പറയരുത്. എനിക്ക് ഓശാരൊന്നും വേണ്ട. പിന്നെ ഇപ്പോ പുളിശ്ശേരി ഉണ്ടെങ്കിൽ 10 പൈസ, അച്ചാറുണ്ടെങ്കിൽ ജുബേ, തന്നോടെ ചലക്കരുതെന്ന് പറഞ്ഞേ. എവിടുന്ന് കെട്ടിയെടുത്ത ഈ സാധനത്തിനൊക്കെ കണക്ക് കണക്കായിരിക്കണം. ആളെ അതുകൊണ്ടാ